കുഞ്ഞിമാട്ടി തുടങ്ങിയ സരസ്വതി ഗോപി ഹായ് ഹലോ. ജാനുമോളുടെ ഡാൻസ് സ്കൂളിൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നമ്മുടെ ആനിവേഴ്സറി വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ ജാനു അവിടെ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ രാവിലെ കൊണ്ടാക്കി. നോക്ക് മുന്നേ അപ്പം ഞാൻ മഞ്ഞ റെഡിയായി പോകും. ഞങ്ങളെല്ലാവരും കൂടെ ഒരു 4 മണിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ ജാനുവിനെ കാണാൻ പോകുകയാണ് ഗായ്സ്. ജാനു എന്തിട്ടിരിക്കുക? മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുക. നമുക്ക് പോയി നോക്കി നമ്മളെ കണ്ടിട്ട് പിന്നെ തിരിച്ചു വന്ന് പിന്നെ പോവാം. ബാക്കി വീഡിയോ പിന്നെ വരും. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ, പ്രകാശ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇവരുടെ മേക്കപ്പും അന്നത്തെ പ്രോഗ്രാമും എല്ലാം അവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ രാവിലെ എന്നെ മേക്കപ്പിന് വേണ്ടി കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞയെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് വിളിച്ചുകൊണ്ട് വന്നു. ഇനി ജാനുവിനെ നമ്മൾ പോയി കാണാൻ പോവാണ് കേട്ടോ. മേക്കപ്പൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണെന്ന് തോന്നുന്നു. മഞ്ഞയെ അപ്പോൾ റെഡിയായി അങ്ങോട്ടേക്ക് പോയി. ഞങ്ങളിനി വൈകുന്നേരമേ പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവിടെ ഡെക്കറേഷനൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയം അവിടെ പിന്നെ എല്ലാമൊക്കെ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പം അവിടെ ഡ്രസ്സ് റെഡിയാകുന്ന സമയമായിരുന്നു കേട്ടോ. ഞാൻ മഞ്ഞക്കുഞ്ഞ് മിസ് ചെയ്തു എന്ന് പറയുമായിരുന്നു അവൾ. ജാനിമോള് പ്രോപ്പറായിട്ട് ഒഫീഷ്യലി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാണ് ആയത്. അപ്പോൾ ഇത് 2nd ആനിവേഴ്സറിയാണ് ഡാൻസ് സ്കൂളിൻ്റെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വേഷം. സെറ്റ് സാരി ആയിരുന്നു. എല്ലാവരും ബ്ലൂ ഉടുക്കണമെന്നാണ് പറഞ്ഞത്. എനിക്ക് ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് അമ്മയെ കൊണ്ട് ബ്ലൂ ഉടുപ്പിച്ചിട്ട് ഞാൻ ബ്ലാക്ക് സെറ്റ് സാരിയാണ് ഉടുത്തത്. അപ്പം നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സിനിമ സീരിയൽ താരം സൗപർണിക ഉണ്ടായിരുന്നു. പിന്നെ നട്ടും ബോൾട്ടും എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മന്ത്രി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിഞ്ചു റാണി. പക്ഷേ മാഡം എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചീഫ് ഗസ്റ്റായിട്ടുണ്ടായിരുന്ന ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമ്മൾ സ്വീകരിച്ചു. ഒരു 4 മണിയാണ് ഒഫീഷ്യലി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പക്ഷേ തുടങ്ങിയപ്പോൾ 5 മണിയൊക്കെ ആയി. പിന്നെ അന്നത്തെ ഡാൻസും എല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്കും രാത്രി നല്ല ഇരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുട്ടികളുടെയും അതുപോലെ തന്നെ ഇവിടെ ഏജ് ഡിഫറൻസ് ഇല്ലാതെ 3 വയസ്സ് തൊട്ട് നല്ല ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാർ വരെ ഡാൻസ് പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ എല്ലാവരുടെയും ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ആനിവേഴ്സറി ആയിട്ട്. അപ്പോൾ നമ്മുടെ ആ റെഡ് സാരി നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ ടീച്ചർ. ആർച്ച നിശാന്ത് എന്നാണ് ടീച്ചറിൻ്റെ പേര്. അപ്പം നല്ല കിടിലം ഡാൻസ് സ്കൂളാണ്. നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ ഒരുവിധം ഒട്ടനവധി കുട്ടികൾ പഠിക്കുന്ന നല്ല ഒരു ഡാൻസ് സ്കൂളാണ്. എൻ്റെ മോള് കുഞ്ഞിലെ തൊട്ടേ പഠിക്കാൻ പോയി. പിന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി. പിന്നെ വീണ്ടും റീജോയിൻ ചെയ്തതായിരുന്നു. അപ്പം മോൾക്ക് ജാനുവെന്ന് പറയുകയാണെങ്കിൽ ഡാൻസിനോട് പ്രത്യേക പാഷനാണ്. ആ പാഷനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീച്ചറും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മക്കൾക്ക് ഡാൻസ് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നടനം ഡാൻസ് അക്കാഡമിയാണ് കേട്ടോ. അപ്പോൾ ആനിവേഴ്സറി ഒഫീഷ്യൽ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ചീഫ് ഗസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ തുടക്ക സമയത്ത് ആളുകളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒഫീഷ്യൽ പ്രോഗ്രാം ആണെങ്കിൽ പൊതുവെ ആൾ കുറവായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഓഡിറ്റോറിയം ഫുള്ളങ്ങ് നിറഞ്ഞു. അപ്പോൾ ജാനും ടീമൊക്കെ മേക്കപ്പൊക്കെ ഒരുങ്ങി അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. കുട്ടികളൊക്കെ രാവിലെ തന്നെ ഒരുങ്ങി എല്ലാവരും റെഡിയായി പോകണം. ഒരുപാട് പേർക്ക് മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നേരത്തെ റെഡിയായി. അങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ട് പല പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. അതിൽ പാരൻസിനെയൊക്കെ ഓണർ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു ഫ്ലവർ ഒരു കുഞ്ഞി ബുക്ക് പോലത്തെ ഒരെണ്ണം. അത് കഴിഞ്ഞ് ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റേജ് എല്ലാം റെഡിയാണ് കേട്ടോ. ഇനി ഡാൻസ് പെർഫോമൻസസ് ആയിരുന്നു. ജാനുവിന് അമ്പലങ്ങളിൽ ഉത്സവത്തിന് കളിച്ചൊരു ഡാൻസും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സിനിമാറ്റിക് ഡാൻസും ഉണ്ടായിരുന്നു. ഇനിയിപ്പം മോളുടെ അരങ്ങേറ്റമൊക്കെ വരുന്നുണ്ട്. ഒക്ടോബർ നവംബർ മാസമാകുമ്പോൾ അരങ്ങേറ്റമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം, ഈവൻ ഉത്സവം കഴിഞ്ഞ് ഏപ്രിൽ മെയ് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ആനിവേഴ്സറി പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ പ്രാക്ടീസ് അധികം കുട്ടികൾക്ക് കൊടുക്കാൻ സമയം കിട്ടിയില്ലാത്തതുകൊണ്ട് ഇവർ ഈ ഡാൻസ് തന്നെയും കളിച്ചു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞപ്പം വിശപ്പായി കേട്ടോ. 7-8 മണിയായപ്പോൾ നല്ല വിശപ്പായി. അവിടെ തന്നെ ഒരു ചെറിയ തട്ടുകട സ്റ്റൈലിൽ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കൊടുത്ത് ജാനു കഴിച്ചു. അതിനുശേഷം ഞങ്ങളും കഴിക്കാനായിട്ടിരുന്നേ. ഞങ്ങളും ദോശയും സാമ്പാറും ചമ്മന്തിയും നല്ല ഫുഡായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിച്ചങ്ങ് നേരെ അങ്ങ് പോയി. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ജാനുമോളുടെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.